ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മിക്സിയുടെ ജാറിലോട്ടെ ഒരു 1/4 കപ്പോളം പൊട്ടുകടലയും ഇനി സാമ്പാർ പൗഡറും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വായോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/4 കപ്പോളം പൊട്ടുകടല ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടീസ്പൂണോളം സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കണം. വെള്ളം ഒന്നും ചേർക്കാതെ നന്നായിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണേ. കണ്ടോ, നന്നായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ അവിടെ നന്നായിട്ട് ഞാനൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഉണ്ട്, അപ്പോൾ കട്ടകളൊന്നുമില്ല, നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാവേ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുകൊന്നിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുകൊന്നിട്ട് പൊട്ടിക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതെ, കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കേ ഇനി 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കേ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ എണ്ണയിലിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ അതാണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 സവാള ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 1.5 എണ്ണം എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് കളറൊന്നും മാറ്റാൻ നിൽക്കേണ്ട. കളറൊന്ന് മാറി വരുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സമയം വരെയും ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതാണ്ട് നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്നങ്ങ് വഴണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളറും ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവം വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വേറെ ഒന്നും അധികം ചേർക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി വലുതായതുകൊണ്ടാണ് 2 ചേർത്തത്. ചെറുതാണെങ്കിൽ ഒരു 3 ഒക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതുവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്നങ്ങ് വെന്ത് കിട്ടണേ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ടും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കിയപ്പോൾ വീണ്ടും ഒന്നും കൂടെ വേവാനുള്ളത് പോലെ തോന്നി. വീണ്ടും ഒന്നും കൂടെ ഞാനൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന ഭാഗം വരെയും ഒന്ന് വേവിച്ചെടുക്കണേ. ഇപ്പോൾ ദാണ്ടെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് കുഴഞ്ഞു വരുന്ന ആ ഒരു പാകമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഇതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അതായത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് വേറെ പൊടികളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം.
ഇപ്പം ദാണ്ട മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇതുവരെയും നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇതിങ്ങനെ മിക്സാക്കി ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയേക്കണേ. ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയ്ക്ക് എനിക്ക് ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ട നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടുകടലയുടെ മിക്സ് ഉണ്ടല്ലോ, അതൊന്നും കൂടെ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ പൊട്ടുകടലയുടെ ഈ മിക്സ് ചേർക്കുന്നത് കൊണ്ട് തന്നെ കറി പെട്ടെന്ന് അങ്ങ് തിക്കാവുകയെ. അപ്പോൾ അത്യാവശ്യം തോനെ വെള്ളം വെച്ചെങ്കിൽ മാത്രമേ കുറച്ച് ലൂസായി കിട്ടൂ, അല്ലെങ്കിൽ നല്ല തിക്കായിട്ട് കിട്ടും കറി. ഇപ്പോൾ തന്നെ തിക്കായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും കേട്ടോ. ഇത് കാണുമ്പോഴേ അറിയായിരിക്കുമല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണെന്ന്. അധികം സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. കുറച്ച് പൊട്ടുകടല ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സവാളയും തക്കാളിയൊക്കെ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. ഇപ്പോൾ ദാണ്ട നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. കണ്ടോ നല്ല തിക്കാണ്. ഇത് കുറച്ച് തണുത്ത് വരുമ്പോഴേക്കും കുറച്ചും കൂടെ അങ്ങ് തിക്കാവും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുകയാണ്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചൂടോടെ തന്നെ ഇതങ്ങോട്ട് കഴിച്ചാലോ. ഞാനിത് ദോശയുടെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.